ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കാവിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കൊട്ടന്തറയാണ്. കലഞ്ഞൂർ മാരൂരിൻ്റെയും ഇടയിലായി വരുന്ന ഒരു കാവാണത്. ഈ കാവിന് ഒരു ചരിത്രമുണ്ട്. ഈ കാവിൽ പണ്ട് കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് എഴുന്നള്ളി വരുമായിരുന്നു. ഇവിടെ ആറാട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളമെല്ലാം നികത്തി, ഇതിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അവിടെയായിരുന്നു ഈ ആറാട്ടൊക്കെ നടന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം കണ്ടമാണ്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു കാവായിരുന്നു. ഈ വഴിയിൽ കൂടി വേണേൽ നമുക്ക് വരാം. ഇതും കൊട്ടന്തറയിൽ വന്നിട്ട് കലഞ്ഞൂർ വന്നിട്ട് നമുക്ക് വരാം. മാരൂർ വന്നിട്ടും നമുക്കിവിടത്തേക്ക് വരാം. ഇവിടെ വലിയൊരു കുളമുണ്ടായിരുന്നു. ആ കുളം നികന്ന് ഇപ്പോൾ ഇവിടെ ഒരു കണ്ടമാക്കിയേക്കുവാണ്. പ്രകൃതി ഭംഗിയായ സ്ഥലമായിരുന്നു, എല്ലാം നശിപ്പിച്ച്. കണ്ടോ? ഇവിടെ ഒരു ചെമ്പകം ഉണ്ടായിരുന്നു. ആ ചെമ്പകം മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ അവിടെ ഒരു വലിയ ചെറിയൊരു ആല് വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇതാണ് ഈ ആൽത്തറ. ചെമ്പകത്തറയായിരുന്നു, അതിപ്പം മുറിച്ച് മാറ്റി അവിടെ ഒരു ആല് നട്ടേക്കുക. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വിളക്ക് കത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിട്ടായിരുന്നു. ഇവിടെ ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് എവിടെയോ ആണ് ആ കുളം. ഇനി നമ്മുടെ ഇവിടുത്തെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂരമ്മ ഭദ്രകാളി കുടികൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് കൊടുങ്ങല്ലൂരും പിന്നെ ഇവിടെയുമാണ് ആ പ്രതിഷ്ഠ ഉള്ളത്. ഭദ്രകാളിയാണ്. പിന്നെ ഒരു യോഗീശ്വരൻ, ക്ഷേത്രം, പിന്നെ ശ്രീ ആദിപരാശക്തി. കൊടുങ്ങല്ലൂരമ്മ കുടികൊള്ളുന്ന ഒരു ഇടം കൂടിയാണ് ഈ അടുത്ത പ്രദേശത്ത്. കലഞ്ഞൂർ പത്തനാപുരം. ഇവിടെ ഇങ്ങോട്ട് വരാൻ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരേ യോഗീശ്വരന്മാർ കുടിയിരുത്തിയേക്കുന്നതാണ്. ഇവിടെ ഒരു വലിയ ചന്ദനമരം ഉണ്ടായിരുന്നു, അത് മുറിച്ചു. ആരോ മുറിച്ചു കളഞ്ഞ് കത്തിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു യോഗീശ്വരൻ്റെ ആണ്. യോഗീശ്വരന്മാർ തപസ് ചെയ്ത സ്ഥലമാണിത്. അവർ പൂജിച്ച യോഗീശ്വരന്മാർ തപസ് ചെയ്ത് പൂജിച്ചുകൊണ്ടിരുന്ന പരാശക്തിയുടെ ക്ഷേത്രമാണിത്. കാവാണ്. ഈ കാവെന്നാണ് അറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പിന്നെ കൗള ആചാരപ്രകാരമുള്ള അപ്പൂപ്പന്മാരും ഒക്കെ കുടികൊള്ളുന്ന സ്ഥലമാണ്.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ എത്തിപ്പറ്റാൻ നമുക്ക് കലഞ്ഞു വഴി എടത്തറയിൽ കൂടി ഈ ക്ഷേത്രത്തിൽ വരാം. ദിവസപൂജയൊന്നുമില്ല, ഒക്കെയാണ് ഇവിടെ പൂജയും ഒക്കെ ഉള്ളത്. അപ്പം ഇത്രയും ഒക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു പരുന്തിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നമ്മുടെ മൊബൈലിൽ അത് കിട്ടത്തില്ല. അപ്പോൾ ഓക്കെ.